ഹായ് ഫ്രണ്ട്സ്, ഒലിവിയ ഡിസൈൻസ് ആ ഒരു സ്ഥാപനത്തെ പറ്റിയിട്ടുള്ള പലതരത്തിലുള്ള ന്യൂസും കാര്യങ്ങളും വീഡിയോസൊക്കെ ആണല്ലോ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. പലതരത്തിലുള്ള ആളുകൾ ഒലിവിയയെ പറ്റിയിട്ട് കുറേ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഒലിവിയയുടെ സ്ഥാപനത്തിൽ ഓണറായ അച്ചും ആ സ്ഥാപനത്തിൽ ഇപ്പോഴും ജോലി ചെയ്യുന്ന കുറച്ച് പെൺകുട്ടികളും ഇപ്പോഴും അതിനെക്കുറിച്ചിട്ട് എന്താ പറയുക, നല്ലത് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു നടക്കുന്നത്. അത് കാരണം അവരിപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. നമ്മളൊക്കെ പുറത്തുനിന്ന് കാണുന്ന ആളുകളാണല്ലേ. അപ്പോൾ ഈ ഒലിവിയ ഡിസൈൻസിൽ പരസ്യം ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും അവർ ഫുഡ് കഴിക്കുന്നത് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവർ പുറത്തിരുന്നിട്ട് ആ ഒരു സ്ഥാപനത്തിൽ പുറത്തിരുന്നിട്ടാണ് അവർ ഫുഡ് കാര്യങ്ങളൊക്കെ തന്നെ കഴിക്കുന്നത്. ആ ഒരു പരസ്യം അല്ലെങ്കിൽ ആ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മളധികം അട്രാക്റ്റീവ് ആവാറുണ്ട് അവരുടെ ആ ഒരു സ്ഥാപനത്തിലേക്ക് ജോലി ചെയ്യണം. ഒന്നാമത് അവരുടെ പരസ്യത്തിൻ്റെ ആ ഒരു ഇത് കാരണമാണ് കേട്ടോ പല ആളുകളും അതിൽ പോയിട്ട് പെടുന്നത്. കുറേ ആളുകൾ ഇങ്ങനെ വീഡിയോ ഇറങ്ങിയതിന് ശേഷം കുറേ കുട്ടികൾ അതിൽ പോയിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞതിന് ശേഷം കുറേ ആളുകൾ ബാഡായിട്ട് കമൻ്റ് ഇടാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് ആ ഒരു സ്ഥാപനത്തിൽ പോയത്, ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്തിനാണ് അവിടെ പോയി പെട്ടത്, അല്ലെങ്കിൽ ഇത്രയും നാൾ ജോലി ചെയ്ത് എന്താ പോയ പാടെ, നിങ്ങൾക്ക് ഇറങ്ങി പോരായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 25,000 രൂപ സാലറി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒലിവിയയുടെ പരസ്യങ്ങൾ നമുക്ക് മുന്നിലെത്തുന്നത്. 25,000 സാലറി, അതുപോലെ തന്നെ ഹോസ്റ്റൽ സൗകര്യം, ഫുഡ്, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഏതൊരാളും ജോലിക്ക് വേണ്ടി അത്രയധികം ആഗ്രഹിച്ച് നിൽക്കുന്ന ഏതൊരു വ്യക്തിയായാലും ആ ഒരു സ്ഥാപനങ്ങളുടെ പരസ്യത്തിൽ വീണ് പോവുക എന്നുള്ളതാണ് സത്യം. അതുമാത്രമല്ല, നമ്മൾ ഈ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവർ ആ സ്ഥാപനത്തിൻ്റെ ഓണറും അച്ചും അച്ചുവിൻ്റെ ഹസ്ബൻഡും നമുക്ക് മുന്നിൽ തുറന്ന് പറയുന്നില്ല എന്നതാണ് ഈ കുട്ടികൾ പറയുന്ന ഒരു കാര്യം. എന്തായാലും നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ ഒലിവിയ ഡിസൈൻസിനെതിരെ ആരും പറയാത്ത കുറച്ച് പരാതികളായിട്ട് കുറച്ച് പെൺകുട്ടികൾ, അവിടെ മുന്നേ ജോലി ചെയ്തിരുന്ന കുറച്ച് പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് എത്തിയിട്ടുണ്ട്. ആ കുട്ടികൾ പറയുന്ന കാര്യം തന്നെ നമുക്കൊന്ന് കേട്ടോ. ഊരും പേരും ഇല്ലാതെ പെമ്പിള്ളേരെ വന്ന് കിടന്ന് അമർന്നതെന്ന്, അല്ലെങ്കിൽ ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്ന അമർവോ? അവർ പറയുന്നത് നമ്മൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരാണ്. പക്ഷെ റെഡി ക്യാഷ് കൊടുക്കുന്നത് എങ്ങനെയാ, ഞങ്ങളുടെ സാലറിന്ന് കട്ട് ചെയ്യുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പറയുന്നു ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ നിയമം. നമ്മളിപ്പോൾ ഒത്തിരി പെൺകുട്ടികളുണ്ട്, വരാത്തവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നീതി വേണം. അതുപോലെ പലരുടെയും ഫോൺ അവരുടെ കൈക്കലുണ്ട്, അപ്പോൾ ഫോൺ തിരികെ വേണം. പൈസയുണ്ട്, സിമ്മുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവർക്ക് വേണം. അതിനെല്ലാത്തിനും ഉപരി നമുക്ക് നീതി വേണം. അതാണ് മെയിൻ ആയിട്ടുള്ളത്. നിങ്ങൾ എന്തോരം പഠിച്ചു? ഞാൻ BBA ആയിരുന്നു. നിങ്ങൾ ഒരാളുടെ പേഴ്സണൽ ബിലോങ്സ് ആണ് ഫോണ്, സിമ്മ്, ആധാർ, അതൊക്കെ. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് കൊടുത്തത്? അല്ല, ഞങ്ങളിപ്പോൾ എന്തായാലും അവർ പറയുന്നത് നമ്മൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരാണ്. നമുക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിവിടെ വന്നത്. ഇവരുടെ സാലറി, ഇവർ തരുന്ന ഫെസിലിറ്റീസും ഒക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ നമ്മളിവിടെ വരുന്നത്. അത് കണ്ട് നമ്മളിവിടെ വന്ന് നമ്മളിവിടെ പെട്ടുപോയതാണ്. ശരി, നിങ്ങൾ ഈ പറയുന്ന എത്ര രൂപയാണ് നിങ്ങൾ സാലറി പറഞ്ഞത്? ഞങ്ങൾക്ക് 25,000 രൂപ സാലറി അല്ല. സാലറിയിൽ നിന്ന് അവർ പോസ്റ്റർ ഇട്ടിരുന്നു, അത് കണ്ടാണ് നമ്മൾ വന്നത്. വന്ന് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത്, ഇൻ്റർവ്യൂ ടൈമിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർ ട്രെയിനിങ് തുടങ്ങി കഴിഞ്ഞ് നമ്മളായിട്ട് മനസ്സിലാക്കിയെടുത്ത കാര്യം, ഇവിടെ ഇതാണ് സാലറി ബേസസ് എങ്ങനെയാണ് ഒക്കെ മനസ്സിലാക്കിയെടുക്കുക. കിട്ടിയോ? ഇല്ല, ട്രെയിനീസ് അല്ലായിരുന്നു. ട്രെയിനീസിന് സാലറി ഇല്ല. നമ്മൾ സ്വന്തമായിട്ട് ഇല്ല, ഞങ്ങളുടെ മൊബൈൽ അല്ല. നമ്മൾ അവിടുന്ന് പുതിയതായിട്ട് അവിടെ സ്റ്റാഫ് ആകുമ്പോൾ പുതിയതായിട്ട് ഫോൺ എടുക്കണം. അപ്പോൾ ആ ഒരു ഇഷ്യൂ കാരണമാണ് ഞാൻ ഇവിടെ നിർത്തി പോകാൻ കാര്യം ഞാൻ ഇവിടെ വന്ന ടൈമിൽ, ഇൻ്റർവ്യൂ ടൈമിൽ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഫോൺ അവിടെ നിന്ന് തരും, ഞങ്ങളുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ്. അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അവിടെ നിന്നത്. ഓക്കെ, സാലറി കിട്ടുമ്പോൾ കട്ട് ചെയ്തോട്ടെ, കുഴപ്പമില്ല, ഇത്രയും പൈസ കിട്ടുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഏൺ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് കരുതി നിന്നിട്ട് അവസാനം നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മളെ പറഞ്ഞു വിടും വീട്ടിൽ. എല്ലാവരും പൊക്കോളാൻ പറയും. ട്രെയിനിങ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് മുദ്ര പേപ്പർ ഇതൊക്കെ ആയിട്ടാണ് വരാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫോണും അങ്ങനെ പറഞ്ഞ് മുദ്ര പേപ്പറുമായിട്ട്. അപ്പോൾ ആ കുട്ടികൾ പറയുന്ന ഒരു കാര്യം കേട്ടില്ലേ, ഇവർ ചെന്ന് അവിടെ ഇൻ്റർവ്യൂക്ക് പോയൊരു ടൈമിലൊന്നും ഇവർ പറയുന്നില്ല ഇവരുടെ കറക്റ്റ് സാലറി എത്രയാണ് എന്നൊന്നും പറയുന്നില്ല. അതായത് 25,000 ആണ് സാലറി എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ഒരു മാസത്തോളം ട്രെയിനിങ് പീരീഡാണ്. ആ ഒരു പീരീഡിൽ നമുക്ക് സാലറി കാര്യങ്ങളൊന്നും കിട്ടില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കണം. നമ്മൾ ഫുഡായാലും ഹോസ്റ്റലായാലും എല്ലാം നമ്മൾ തന്നെ നോക്കണം. എന്നിട്ട് നമ്മൾ പിടിച്ച് നിൽക്കും. കാരണം എന്താ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 25,000 രൂപ ഓരോ മാസം സാലറി കിട്ടുമല്ലോ. അപ്പം നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഇവരവിടെ പിന്നെ കുറച്ച് കാലം ട്രെയിനി ആയി നിൽക്കുന്ന ഒരു ടൈമിലാണ് ഇവർ മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോഴാണ്
ഒരിക്കലും ഇതിൻ്റെ ഓണറായിട്ടുള്ള അച്ഛോ അതിൻ്റെ ഹസ്ബൻഡോ ഒന്നും പറഞ്ഞു കൊടുക്കുന്ന കാര്യമല്ല കേട്ടത്. അവരുടെ സാലറിയും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ അവരുടെ കൂടെയുള്ള മറ്റ് സ്റ്റാഫുകളും പറഞ്ഞിട്ടാണ് അവർ അറിയുന്നത് 25,000 അല്ല ഇവരുടെ ഫിക്സഡ് ആയിട്ടുള്ള സാലറി. അതായത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും എല്ലാതും കഴിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിടിച്ച് കഴിച്ച് പിന്നെ ഇവർ പോയ പാടെ ഒരു ഫോൺ എടുക്കണം. ആ ഫോണിൻ്റെ പൈസ വരെ ഇവരെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടൊക്കെയാണ് സാലറി കൊടുക്കുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ കസ്റ്റമറിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ല ഇവരുടെ കയ്യിൽ നിന്ന് കസ്റ്റമർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ കമ്മീഷനും കാര്യങ്ങളും ഒക്കെ പിടിച്ചതിന് ശേഷമാണ് ഇവരുടെ സാലറി കൊടുക്കുള്ളൂ. അതൊക്കെ പിന്നീടാണ് ഇവർ അവിടെ നിന്ന ടൈമിലാണ് ഇവർ ഓരോ കുട്ടികളായിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവർ ഒറ്റയടിക്കാതെ ഒലിവിയയുടെ ആരും തന്നെ ആ ഒരു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ കുട്ടികൾ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇവരവിടെ പോയ ടൈമിൽ ഇവർക്ക് ഫോൺ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ആ ഫോണിലൂടെയാണ് കസ്റ്റമറുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത്. അതും നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് മേടിച്ച ഫോണാണെങ്കിൽ കൂടി നമ്മൾ ആ ജോലി കഴിഞ്ഞ് അവിടുന്ന് വരുന്ന ടൈമിൽ നമ്മൾ ആ ജോലി വേണ്ടാന്ന് വെച്ച് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ആ ജോലി ഉപേക്ഷിച്ച് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ അവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണമെന്ന്. അതായത് നമ്മുടെ പൈസ കൊടുത്ത് മേടിച്ചൊരു മുതൽ അവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിട്ട് വരണം എന്നുള്ളൊരു കണ്ടീഷനും കൂടി ഉണ്ടെന്ന്. നമുക്കിനി ഫോണില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ 10,000 രൂപ നമുക്ക് തരും ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മുടെ സാലറിയിൽ നിന്ന് ആദ്യ സാലറി കിട്ടുമ്പോൾ തന്നെ ആ ഒരു 10,000 രൂപ ഒക്കെ അവരവിടെ പിടിക്കും. എന്നിട്ട് അപ്പോൾ ആ ഒരു 10,000 അവർ പിടിച്ചു കഴിഞ്ഞാൽ അവർ തന്ന 10,000-ത്തിന് കണക്ക് തീർന്നു. അപ്പം പിന്നെ നമ്മുടെ ഫോണാണ് അല്ലേ, അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്കത് കൊണ്ടുവരാൻ പറ്റണം. പക്ഷെ അതുപോലും അവരവിടെ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ പിന്നെ ആ ഫോൺ അവർ മേടിച്ചേക്കും. അപ്പം നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത പൈസ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് തിരിച്ചു തരില്ല. അവരുടെ ഫോണാണ് പിന്നെ അത് എന്ന് പറഞ്ഞിട്ട് അവരവിടെ മേടിച്ചേക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് കുട്ടികൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അതിന് ശേഷമാണ് ആ കുട്ടികൾ അവിടെ നിന്ന് ജോലി വേണ്ട എന്ന് വെച്ചിട്ട് ഇറങ്ങുന്നത്. കുറേ കുട്ടികളുടെ സാലറി ഇപ്പോഴും കിട്ടാനുണ്ട് എന്നാണ്. ഒരു കുട്ടി ഇതുപോലെ അവിടുന്ന് 9 മാസത്തോളമായി ജോലി വേണ്ട എന്ന് വെച്ചിട്ട് ഇറങ്ങിയിട്ട്, എന്നിട്ട് ആ കുട്ടിക്ക് കിട്ടാനുള്ള 51 സംതിങ് രൂപ ഇതുവരെയും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അവരെല്ലാവരും കൂടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വന്നിട്ടുള്ളത്. അവർക്ക് നഷ്ടമായിട്ടുള്ള അവരുടെ ഫോണ് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇവർ ജോലിക്കായിട്ട് സ്ഥിരം ജോലിക്ക് അവരെ നിർത്തുകയാണെങ്കിൽ തന്നെ 100 രൂപയുടെ 4 മുദ്രപേപ്പർ ഇതൊക്കെ വാങ്ങിക്കൊടുന്ന് അതിലൊക്കെ എഴുതി ഉണ്ടാക്കി അത്തരത്തിലുള്ള കുറേ എഗ്രിമെൻറ്റ്സ് പിന്നീട് അവരവിടെ പോയതിന് ശേഷമാണ്, ഇൻ്റർവ്യൂക്ക് പോലും അല്ല അതൊന്നും മനസ്സിലാക്കുന്നത്. പിന്നീട് അവിടെ നമ്മൾ കുറേ നാളിങ്ങനെ ജോലി ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളായിട്ട് പുറത്ത് വരുന്നത്. പിന്നെ എന്താ പറയുക, ഹോസ്റ്റൽ ഫീ, അതുപോലെ തന്നെ ഫുഡ്, അതൊക്കെ നമ്മൾ ആ ഒലിവിയയുടെ പരസ്യത്തിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ തികച്ചും ഫ്രീ ആണ്, അവരുടെ വകയാണ് ആ ഫുഡും കാര്യങ്ങളും ഒക്കെ. ഒന്നുമല്ല, ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടികളുടെ പൈസയിൽ നിന്ന് എടുത്തിട്ടാണ് അവർ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. മാസാവസാനം അവരുടെ പൈസയിൽ നിന്ന് തന്നെയാണ് ആ ഫുഡിൻ്റെ പൈസ, ഹോസ്റ്റൽ ഫീ ഇതെല്ലാം കഴിച്ചിട്ടാണ് അവർക്ക് ബാക്കി വളരെ തുച്ഛമായിട്ടുള്ള തുകയാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ ഇപ്പം നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, അത് അവരുടെ പുറത്ത് നിന്നിട്ട് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന കുട്ടികളൊക്കെ പുറത്ത് നിന്നിട്ടാണ് ഫുഡ് കഴിച്ചിരുന്നത്. ആ ഒരു എന്താ പറയുക, സിറ്റ് ഔട്ടിൽ നിന്നിട്ടാണ് ഫുഡ് കഴിച്ചിരുന്ന വീഡിയോസൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ പല ആളുകളും ചോദ്യം ചെയ്യൽ തുടങ്ങി ഈ അച്ചുവിന്, അതായത് ഈ സ്ഥാപനത്തിൻ്റെ ഓണർ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഫുഡ് അകത്തിരുന്നിട്ട് കൊടുക്കാത്ത പുറത്ത് തന്നെ ഇരുന്നിട്ട് കൊടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ അവർ പറയുന്ന ഒരു മറുപടി, അച്ചു എന്ന് പറയുന്ന ആൾ പറയുന്ന ഒരു മറുപടി, അതിന് ഞാനൊരിക്കലും അവരോട് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, അവർക്ക് അങ്ങനെ പുറത്തിരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനെതിരെ ഒരു ന്യായീകരണമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ കാണുന്ന കുറച്ച് വീഡിയോസിൽ നമ്മൾ കാണുന്നുണ്ട് അവരകത്തിരുന്ന് ഹാളിൽ ഇരുന്നിട്ട് ടേബിളിൽ ഇരുന്നിട്ടൊക്കെ ഫുഡ് കഴിക്കുന്നു. അതൊക്കെ കണ്ടാൽ തന്നെ ഏതൊരു വ്യക്തിക്കാരും മനസ്സിലാവും. ഇതിപ്പോൾ പറഞ്ഞതിന് ശേഷമാണ് അവരെ കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യിക്കുന്നതെന്ന് ഏതൊരാൾക്കും കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ തികച്ചും ഈ ഒരു ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് പിന്നിൽ ഒരുപാട് കളകളികൾ നടക്കുന്നുണ്ട്. കുറേയധികം പെൺകുട്ടികൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇറ്റ്സ് മീ കൺമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ, ആ ഒരു കുട്ടി ഇട്ട ഒരു വീഡിയോ കാരണമാണ് ഇന്നിപ്പോൾ ഒലിവിയ ഡിസൈൻസ് ഇത്രയും അധികം ചർച്ചയിലും ഒരു പൂട്ടിപ്പോകുന്ന ഒരു സ്റ്റേജിൽ വരെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിന് പിന്നിലുള്ള സത്യാവസ്ഥ തെളിയുക തന്നെ വേണം.